ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഐഫോൺ 12 വേഴ്സസ് സാംസങ് ഗാലക്സി S21 FE. അപ്പോൾ ഈ ഫോൺ കുറച്ച് കാലങ്ങളായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പ്രോസ്, എന്തൊക്കെയാണ് കോൺസ്, എനിക്ക് ഏത് ഫോണാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറയാം. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ഫോണുമാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ഡ്രൈവറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയെന്ന് വെച്ചാൽ ഈ രണ്ട് ഫോണിലും അത്രയ്ക്ക് പെർഫെക്റ്റായ ഫോൺ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ പറ്റി നോക്കാം. ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ നല്ലൊരു കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്, നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷേ അതേ സെയിം കാര്യം എനിക്ക് സാംസങ് ഗാലക്സി S21 FE പറ്റി പറയാൻ പറ്റില്ല. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും പ്രീമിയം തോന്നും, പക്ഷേ കമ്പയർ ടു ഐഫോൺ 12 ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അത്ര പ്രീമിയമായി തോന്നില്ല. ഇവിടെയും അലുമിനിയം ഫ്രെയിമോ കൊടുത്തിട്ടുണ്ട്, പക്ഷേ പ്ലാസ്റ്റിക് ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് ഫോണിലും നമുക്ക് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് ഇവിടെ. പിന്നെ ഡിസ്പ്ലേ സൈസ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ 6.1 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസാണ് ഇവിടെ കിട്ടുന്നത് ഐഫോൺ 12. അതേമാതിരി നമുക്ക് സാംസങ് ഗാലക്സി S21 FE 6.4 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസാണ് കിട്ടുന്നത്. കയ്യിൽ നന്നായിട്ട് കംഫർട്ടബിൾ എനിക്ക് പേഴ്സണലി ഫീലായി തോന്നിയത് ഐഫോൺ 12 ആണ്. നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഫോൺ എനിക്ക് ഒരു കൈ കൊണ്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ചുകൂടി കംഫർട്ടബിളായി തോന്നിയത് എനിക്ക് ഐഫോൺ 12 ആണ്. അപ്പോൾ ഇൻ ബിൽഡ് ക്വാളിറ്റി വൈസ് എനിക്ക് ഐഫോൺ 12 ആണ് കുറച്ചുകൂടി ഇംപ്രസീവായി തോന്നിയിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇൻ ഹാൻഡ് ഫീലിംഗ് ആൻഡ് സെറാമിക് ഷീൽഡാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. സെറാമിക് ഷീൽഡ് ടോപ്പിൽ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ തരുന്നത് സെറാമിക് ഷീൽഡാണ് കമ്പയർഡ് ടു സാംസങ് ഗാലക്സി S21 FE ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ്. അപ്പോൾ ഇൻ ബിൽഡ് ക്വാളിറ്റി വൈസ് എനിക്ക് ഐഫോൺ 12 ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ രണ്ടാമത്തേത് നമുക്ക് ഡിസ്പ്ലേ ക്വാളിറ്റിനെ പറ്റി നോക്കാം. ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്കിവിടെ OLED പാനലാണ് കൊടുത്തിരിക്കുന്നത് ഐഫോൺ 12. ഇവിടെ നമുക്ക് ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിലും ഫുൾ HD റെസൊല്യൂഷനാണ് വരുന്നത്. പിന്നെ നമുക്ക് സാംസങ് ഗാലക്സി S21 FE 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ഐഫോൺ 12 നമുക്ക് വെറും 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് കിട്ടുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ രണ്ട് ഫോണിലും നമുക്ക് നല്ല ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഡിസ്പ്ലേ സാംസങ് ഗാലക്സി S21 FE ഡിസ്പ്ലേ ആണ്. അതിൻ്റെ അർത്ഥം ഐഫോൺ 12 ഡിസ്പ്ലേ മോശമാണെന്നല്ല പറയുന്നത്. ഐഫോൺ 12 ഡിസ്പ്ലേ നല്ലതാണ്. പിന്നെ ഇവിടെ ഒരു നോച്ച് വരുന്നുണ്ട് ഐഫോൺ 12. അതിൻ്റെ കാരണം കൂടി ഞാൻ പറയുന്നു, എനിക്ക് സാംസങ് ഗാലക്സി S21 FE ഡിസ്പ്ലേ ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഫോർ കണ്ടൻറ്റ് വാച്ചിങ്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് കാണുകയാണെങ്കിലും അല്ലെങ്കിൽ മൂവീസ് വല്ലതും കാണുകയാണെങ്കിലും അല്ലെങ്കിൽ സീരീസ് വല്ലതും കാണുകയാണെങ്കിലും നിങ്ങൾക്ക് സാംസങ് ഗാലക്സി S21 FE ഡിസ്പ്ലേ ആവും കുറച്ചും കൂടി ഇഷ്ടപ്പെടുക കമ്പയർ ടു ഐഫോൺ 12. പിന്നെ നിങ്ങൾ സ്ക്രോളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഐഫോൺ 12 നമുക്ക് 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് കിട്ടുന്നത്. സാംസങ് ഗാലക്സി S21 FE നമുക്ക് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വല്ലതും വെബ് ബ്രൗസിങ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് കുറച്ചുകൂടി സ്മൂത്തായി തോന്നുന്നത് സാംസങ് ഗാലക്സി S21 FE ഡിസ്പ്ലേ ആണ് ബിക്കോസ് ഓഫ് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്. അപ്പോൾ ഇൻ ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് സാംസങ് ഗാലക്സി S21 FE ഡിസ്പ്ലേ ഫാർ ബെറ്റർ ആണ് തോന്നിയിരിക്കുന്നത് കമ്പയർ ടു ഐഫോൺ 12 ഡിസ്പ്ലേ. ഐഫോൺ 12 ഡിസ്പ്ലേ നല്ലതാണ്, പക്ഷേ കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ പറയണത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് സൗണ്ട് ക്വാളിറ്റീനെ പറ്റി നോക്കാം. സൗണ്ട് ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഞാൻ വിന്നർ പറയാം, ഐഫോൺ 12 സ്റ്റീരിയോ സ്പീക്കറാണ് കുറച്ചുകൂടി ഇംപ്രസീവായി തോന്നുന്നത്. കുറച്ചല്ല, ഇൻ ബിഗ് മാർജിനിൽ സാംസങ് ഗാലക്സി S21 FE സ്പീക്കറിൻ്റെ ആയിട്ടും എത്രയോ നല്ല സ്പീക്കറാണ് ഐഫോൺ 12 സ്പീക്കർ. നമുക്ക് രണ്ടിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇതിൽ രണ്ട് സൈഡ് ബൈ സൈഡ് വെച്ചിട്ട് പാട്ടോ അല്ലെങ്കിൽ സിനിമ വല്ലതും കേക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് അത്രയ്ക്കും ഇംപ്രസീവായ സൗണ്ട് ഔട്ട്പുട്ടാണ് ഐഫോൺ 12 സ്പീക്കർ കിട്ടുന്നത്. നല്ല ബേസ് ഉണ്ട്, നല്ല ട്രിബിൾ ഉണ്ട്, പിന്നെ വോക്കൽസ് നല്ല ക്ലിയർ ആണ്. ഇവിടെ നമുക്ക് സാംസങ് ഗാലക്സി S21 FE ബേസൊന്നും അത്ര ഫീൽ ആവില്ല. അപ്പോൾ ഓവറോൾ നോക്കുകയെന്ന് വെച്ചാൽ ഐഫോൺ 12 സ്പീക്കർ ക്വാളിറ്റി വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീക്കർ ക്വാളിറ്റിയാണ് ഇൻ ദിസ് പ്രൈസ് റേഞ്ച് എനിക്ക് പറയാം. ഓക്കെ, ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ടൊന്നും കേൾപ്പിക്കാൻ പോകില്ല. ഇപ്പം ഞാൻ ഇവിടെ സൗണ്ട് ടെസ്റ്റ് നടത്തിയാലും നിങ്ങൾ എൻ്റെ ഫോണിൻ്റെ മൈക്കിൻ്റെ സ്പീക്കർ കൊണ്ടാണ് കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര മനസ്സിലാവാൻ പോകില്ല. അതേമാതിരി ഡിസ്പ്ലേൻ്റെയും എക്സാമ്പിളൊന്നും കാണിക്കാൻ പോകില്ല. നേരിട്ട് കാണുന്ന ആ എക്സ്പീരിയൻസ് എന്തായാലും ഞാൻ ഈ ക്യാമറയിൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്കിനെ പറ്റി നോക്കാം. ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, ഓ മൈ ഗോഡ്, ഇവിടെ ഐഫോൺ 12 ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബിക്കോസ് ഇവിടെ നമ്മൾ സൗണ്ട് കൂട്ടുമ്പോൾ നമുക്കൊരു ആ വൈബ്രേഷൻ ഉണ്ടാവുമല്ലോ,
നല്ലൊരു രസമുണ്ട് അത്. നിങ്ങൾ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഐഫോൺ 12 ഹാപ്റ്റിക് ഫീഡ്ബാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാംസങ് ഗാലക്സി S21 FEയിലത്തെ ഹാപ്റ്റിക് ഫീഡ്ബാക്കൊക്കെ വെറും ഒരു എന്താ പറയുക, അത്രയ്ക്കും ലോ ക്വാളിറ്റി ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ് സാംസങ് ഗാലക്സി S21 FEയിൽ തോന്നുന്നത്. അത്രയ്ക്കും നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ് ഐഫോൺ 12 കിട്ടുന്നത്. അപ്പോൾ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വൈസ് എനിക്ക് ഐഫോൺ 12 ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ് ഇഷ്ടപ്പെട്ടത്. ഇനി അടുത്ത് നോക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ട്. പെർഫോമൻസ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഇതെനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. അപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ, നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ വാട്സാപ്പ്, സ്നാപ്ചാറ്റ്, ഇൻസ്റ്റഗ്രാം ഇങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് രണ്ട് ഫോണും ഒരു പ്രോബ്ലമും തരില്ല. പക്ഷേ ഇൻ സമ്മർ സീസൺ ഇപ്പോൾ എൻ്റെ അടുത്ത് എക്സിനോസ് വേരിയൻ്റ് ആണുള്ളത്, സ്നാപ്ഡ്രാഗൻ്റെ വേരിയൻറ്റും ഉണ്ട് സാംസങ് ഗാലക്സി S21 FEയിൽ. പക്ഷേ ചൂട് കാലത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ഹീറ്റിംഗ് ഉണ്ടാവും. മീൻസ് ഹീറ്റിംഗ് അത്യാവശ്യം ചൂടുണ്ടാവും. ഇവിടെ നിങ്ങൾ നോർമൽ യൂസേജ് ചെയ്യുകയാണെങ്കിലും സാംസങ് ഗാലക്സി S21 FEയിൽ ചൂടാവുമ്പോൾ എന്താ സംഭവിക്കുക, ബാറ്ററി ഡ്രെയിൻ ആവും. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ചൂട് കാലത്ത് സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് ആയിക്കോട്ടെ, എക്സിനോസ് വേരിയൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഒരു ചൂട് കാലത്തൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ബാറ്ററി ഡ്രെയിനിങ് എത്ര നന്നായിട്ടുണ്ടാവുമെന്ന്. ഓൺ ദ അതർ സൈഡ് നമുക്ക് ഐഫോൺ 12 അത്രയ്ക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല നമ്മൾ നോർമൽ ടാസ്ക് ചെയ്യുമ്പോൾ. പക്ഷേ വലിയ ഹെവി ടാസ്കൊക്കെ ചെയ്യുമ്പോൾ ചൂട് കാലത്ത് അത്യാവശ്യം ഇവിടെ ഹീറ്റാവും. പക്ഷേ നോർമൽ ടാസ്ക് ആകുമ്പോഴൊന്നും അത്ര ഹീറ്റിംഗ് എനിക്ക് തോന്നിയിട്ടില്ല. അതേമാതിരി സമ്മർ സീസൺസ് അത്ര നന്നായിട്ട് ബാറ്ററി ഡ്രെയിനിങ് ഒന്നും എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ല ഐഫോൺ 12 കമ്പയർ ടു സാംസങ് ഗാലക്സി S21 FE. നന്നായിട്ട് കൂളായിട്ട് ഇരിക്കേണ്ട ഈ ഐഫോൺ 12. അതുകൊണ്ട് പെർഫോമൻസ് വൈസ് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രോബ്ലം തരില്ല രണ്ട് ഫോണുകളും. പക്ഷേ ചൂട് കാലത്താണ് സാംസങ് ഗാലക്സി S21 FEന് പ്രശ്നം. അതേമാതിരി അടുത്ത കാറ്റഗറി നോക്കുകയാണെന്ന് വെച്ചാൽ ഗെയിമിങ്. ഇപ്പോൾ ഗെയിമിംഗ് നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ സാംസങ് ഗാലക്സി S21 FEയിൽ എക്സിനോസിൻ്റെ 2100 കിട്ടുന്നുണ്ട്, പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 888 കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റിൽ പോവുക. അവിടെ കുറച്ചുകൂടി സ്റ്റേബിൾ ഗെയിമിംഗ് പെർഫോമൻസ് ആവും കിട്ടുക. പക്ഷേ നിങ്ങൾക്ക് നന്നായിട്ട് ഹീറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവും. പിന്നെ ഫോൺ ചൂടാവും തോറും ബാറ്ററി ഡ്രെയിൻ ആവും, നമുക്ക് ഫ്രെയിം ഡ്രോപ്സും കാണാൻ കിട്ടും സാംസങ് ഗാലക്സി S21 FEയിൽ ഗെയിമിംഗ് ചെയ്യുമ്പോൾ. അതേ സമയത്ത് ഐഫോൺ 12 A14 ബയോണിക് ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഈസ് എ വെരി പവർഫുൾ ചിപ്പ്. ഇപ്പോൾ ഞാൻ ഇത് നത്തിങ് ഫോൺ 2 ആയിട്ടും കമ്പയർ ചെയ്ത് നോക്കി. നത്തിങ് ഫോൺ 2ലും ഇതിലും ഗെയിമിംഗ് കളിച്ച് നോക്കിയപ്പോൾ നത്തിങ് ഫോണിൻ്റെ ആയിട്ടും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസാണ് എനിക്ക് ഐഫോൺ 12 കിട്ടുന്നത്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 888 ആയിക്കോട്ടെ, എക്സിനോസ് 2100 ആയിക്കോട്ടെ, അപ്പോൾ അതിൻ്റെ കാര്യം എനിക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസും എനിക്ക് ഐഫോൺ 12 എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓവറോൾ നോക്കുകയെന്ന് വെച്ചാൽ പെർഫോമൻസ് വൈസ് ഐഫോൺ 12 വിൻസ്. അടുത്ത് നമുക്ക് ക്യാമറ ക്വാളിറ്റിനെ പറ്റി നോക്കാം. ക്യാമറ ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ആൻസർ പറയാം, സാംസങ് ഗാലക്സി S21 FE ആവും എൻ്റെ ചോയ്സ്. ബിക്കോസ് ഇവിടെ നമുക്ക് ഒരു ടെലിഫോട്ടോ ലെൻസ് കിട്ടുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് ഞാൻ എൻ്റെ ഫോണിൽ യൂസ് ചെയ്യുന്ന ഒരു ക്യാമറ ലെൻസാണ് ടെലിഫോട്ടോ ലെൻസ്. ടെലിഫോട്ടോ ലെൻസിൽ ഞാൻ എപ്പോഴും ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. ഒരു വൈഡ് ആംഗിൾ ഞാൻ യൂസ് ചെയ്യാറില്ല, മെയിൻ ക്യാമറ ഞാൻ യൂസ് ചെയ്യാറില്ല, പിന്നെ ചിലപ്പോൾ സെൽഫി ക്യാമറയും യൂസ് ചെയ്യും. അതേമാതിരി ഐഫോൺ 12 നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് നല്ല ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കിട്ടുന്നത്. 12 MP മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട്, 12 MP അൾട്രാ വൈഡ് കിട്ടുന്നുണ്ട്, പിന്നെ ഫ്രണ്ടിലും 12 MP ക്യാമറ കിട്ടുന്നുണ്ട്. നമ്മുടെ സാംസങ് ഗാലക്സി S21 FEയിൽ 32 MP സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻ നോർമൽ ഡേ ലൈറ്റ് രണ്ട് ഫോണുകളും നല്ല നെക്ക് ടു നെക്ക് നല്ല ഫോട്ടോസാണ് എടുക്കുന്നത്. പക്ഷേ ഡൈനാമിക് റേഞ്ച് കുറച്ചും കൂടി നല്ലത് സാംസങ് ഗാലക്സി S21 FEയിലാണ്. അതേമാതിരി ലോ ലൈറ്റ് കണ്ടീഷൻസിലും എനിക്ക് സാംസങ് ഗാലക്സി S21 FE ആണ് കുറച്ചുകൂടി ബ്രൈറ്റ് പിക്ചേഴ്സ് തരുന്നത്. പിന്നെ പോർട്രേറ്റ് ഷോട്ട്സ് എടുക്കുമ്പോൾ ഒരു DSLR ലെവൽ ക്വാളിറ്റി ഫോട്ടോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐഫോൺ 12 നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അതിന് നിങ്ങൾക്ക് സാംസങ് ഗാലക്സി S21 FEയിലത്തെ ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നല്ല ലൈറ്റിംഗ് കണ്ടീഷൻസിൽ പോയിട്ട് ആരെങ്കിലും ഒരു ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ചാൽ ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ഇവിടെ ക്യാമറ എടുക്കുക, ക്യാമറ എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ പോർട്രേറ്റിൽ പോവുക, പോർട്രേറ്റിൽ പോയിട്ട് 3 കൊടുക്കുക, 3x കൊടുക്കുക, 3x എടുത്തിട്ട് നിങ്ങൾ ഒരു വെൽ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ ഒരു ഫോട്ടോ എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് അറിയാൻ പറ്റും.
എന്താണ് ഞാൻ പറയണതെന്ന്. അപ്പോൾ അത്രയ്ക്ക് നല്ല ക്യാമറ ക്വാളിറ്റിയാണ് എനിക്ക് സാംസങ് ഗാലക്സി S21FEയിൽ കിട്ടുന്നത്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ടെലിഫോട്ടോ ലെൻസ് എനിക്ക് സാംസങ് ഗാലക്സി S21FEയുടെ ക്യാമറ സെറ്റപ്പാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. പക്ഷേ iPhone 12ൻ്റെ ക്യാമറ ക്വാളിറ്റി മോശമാണെന്നല്ല പറയുന്നത്. iPhone 12 നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷേ ഫ്രണ്ട് ക്യാമറയിൽ വെരി ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നിങ്ങൾക്ക് iPhone 12ൻ്റെ ക്യാമറ അത്ര നല്ല ഇംപ്രസീവ് റിസൾട്ട്സ് തരില്ല. അതേമാതിരി iPhone 12ൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ വിച്ച് ഇസ് ഓഫ് 12 MP ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നമുക്ക് അത്ര നല്ല റിസൾട്ട്സ് തരില്ല. പക്ഷേ മെയിൻ ക്യാമറ നമുക്ക് നല്ല ഫോട്ടോസ് എടുത്തുതരും ഇൻ വെരി ലോ ലൈറ്റ് കണ്ടീഷൻസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ വൈസ് ഞാൻ സാംസങ് ഗാലക്സി S21FE ആണ് പ്രിഫർ ചെയ്യണത്. എപ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ ഈ രണ്ട് ഫോൺ എൻ്റെ അടുത്ത് ഉണ്ടാകുമ്പോഴും ഞാൻ ഫോട്ടോസ് എടുക്കുമ്പോൾ സാംസങ് ഗാലക്സി S21FEനെയാണ് ഞാൻ പ്രിഫർ ചെയ്യണത്. പിന്നെ വീഡിയോ ക്വാളിറ്റീനെ പറ്റി എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. വീഡിയോ ക്വാളിറ്റി ഹാൻഡ്സ് ഡൗൺ iPhone 12 ഇസ് ദ വിന്നർ. ബിക്കോസ് iPhone 12ൻ്റെ ആ വീഡിയോ ക്വാളിറ്റി വേറെ ഒരു ഫോണിൽ എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ല പേഴ്സണലി. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഷൂട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ iPhone 12 ഇസ് ദ ബെസ്റ്റ് ഫോൺ യു ക്യാൻ ബൈ. ബിക്കോസ് iPhone 12 നിങ്ങൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ, അതേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേ സമയത്ത് എന്താ പറയുക, സാംസങ് ഗാലക്സി S21FE ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ഷൂട്ട് ചെയ്യണമെന്ന് വയ്ക്കുക. അപ്പോൾ ആ വീഡിയോ ആ റീൽസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്തായാലും കുറയും. പക്ഷേ iPhone 12 അതിൻ്റെ ക്വാളിറ്റി കുറയില്ല. നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറയണതെന്ന്. ഇൻ ഫോട്ടോ ഡിപ്പാർട്ട്മെൻറ്റ് സാംസങ് ഗാലക്സി S21FE ആണ് വിന്നർ. ഇൻ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് iPhone 12 ഇസ് ദ വിന്നർ. പിന്നെ അടുത്തത് ബാറ്ററി ലൈഫ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ വലിയ ബാറ്ററി ഇട്ടുണ്ട് സാംസങ് ഗാലക്സി S21FEയിൽ. ഇപ്പം എൻ്റെ പേഴ്സണൽ യൂസേജിൽ ഞാൻ പറയാം, എൻ്റെ സെയിം യൂസേജ് രണ്ടിലും ഞാൻ സെയിം യൂസേജ് ചെയ്താലും എനിക്ക് സാംസങ് ഗാലക്സി S21FEയിൽ 5 to 5.5 hours സ്ക്രീൻ ഓൺ ടൈം മാത്രമേ കിട്ടാറുള്ളൂ. അതേ സമയത്ത് ആ സെയിം യൂസേജ് ഇപ്പോൾ എൻ്റെ iPhone 12 ഞാൻ ബാറ്ററി ഹെൽത്ത് ഞാൻ കാണിച്ചു തരാം. ബാറ്ററി ഹെൽത്ത് എനിക്ക് ഇപ്പോൾ 89% ആണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ബാറ്ററി ഹെൽത്ത് 89% ആണ്. 89% ആയിട്ടും എനിക്ക് 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈം ഈസിലി കിട്ടുന്നുണ്ട്. വിത്ത് സെയിം യൂസേജ് ഞാൻ സാംസങ് ഗാലക്സി S21FEയിൽ എന്താണ് യൂസ് ചെയ്യുന്നത് ആ സെയിം യൂസേജ് ഞാൻ iPhone 12 ചെയ്യുമ്പോൾ എനിക്ക് 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഞാൻ ഇവിടെ 120 Hz റിഫ്രഷ് റേറ്റ് വെച്ചുകൊണ്ടാണ് എനിക്ക് ഇതിൽ ബാറ്ററി ലൈഫ് കുറവ് കിട്ടുന്നത്. അല്ല, ഞാനിവിടെ സാംസങ് ഗാലക്സി S21FEയിൽ ബാറ്ററി ലൈഫ് കുറവ് കിട്ടുന്നതുകൊണ്ട് ഓൾറെഡി ഞാൻ 60 Hz സാംസങ് ഗാലക്സി S21FE യൂസ് ചെയ്യുന്നത്. 120 Hz ഞാൻ യൂസ് ചെയ്യാറില്ല എൻ്റെ സാംസങ് ഗാലക്സി S21FE. അപ്പോൾ ഇൻ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് iPhone 12 ഇസ് ദ വിന്നർ. അപ്പോൾ അടുത്ത നെറ്റ്വർക്ക് ക്വാളിറ്റീനെ പറ്റി നോക്കാം. നെറ്റ്വർക്ക് ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് iPhone 12 ഞാൻ ജിയോൻ്റെ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് ഫോണിലും ജിയോൻ്റെ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് 5Gയുടെ നെറ്റ്വർക്ക് എനിക്ക് iPhone 12 മാത്രമേ കിട്ടുന്നുള്ളൂ. അതേ സമയത്ത് സെയിം ഏരിയയിൽ ഞാൻ സാംസങ് ഗാലക്സി S21FEയിൽ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ എനിക്ക് 4G+ കിട്ടുള്ളൂ. 5G ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും, അങ്ങനെയാണ്. പക്ഷേ സ്റ്റേബിളായിട്ട് എനിക്ക് 5Gയുടെ നെറ്റ്വർക്ക് iPhone 12 കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡൊക്കെ എനിക്ക് iPhone 12 കിട്ടുന്നുണ്ട്. അതേ സമയത്ത് വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ സാംസങ് ഗാലക്സി S21FEയിൽ 5G യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഫോൺ ചൂടാവും. ഇവിടെ അലുമിനിയം ഫ്രെയിമിൻ്റെ ഇവിടെയൊക്കെ നല്ല ചൂടാവും. അതേ സമയത്ത് ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ആവും. അപ്പോൾ 5G ഉണ്ടായിട്ട് എനിക്ക് വലിയ കാര്യം തോന്നിയിട്ടില്ല. അതിൽ 5Gയുടെ നെറ്റ്വർക്ക് കിട്ടുകയാണെങ്കിലും ഫോൺ നന്നായിട്ട് ചൂടാവുകൊണ്ട് കയ്യിൽ പിടിക്കാൻ പറ്റില്ല. അതേമാതിരി ഒരു കാര്യം കൂടിയും പറയാൻ പറഞ്ഞു. വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെന്ന് വെച്ചാലും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ 4Kയുടെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഫോൺ നന്നായിട്ട് ചൂടാവും. ഈ അലുമിനിയം ഫ്രെയിമിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് ചൂടാവും. അതുകൊണ്ട് ബാറ്ററി ഡ്രെയിനിങ് നന്നായിട്ട് ഉണ്ടാവാറുണ്ട് ഇതിൽ. അതെനിക്കൊരു കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ നെറ്റ്വർക്ക് ക്വാളിറ്റി വൈസ് നന്നായിട്ട് 5G നെറ്റ്വർക്ക് എനിക്ക് iPhone 12 കിട്ടുന്നത്. പക്ഷേ ഇൻ കോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് രണ്ട് ഫോണിലും പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ iPhone 12 നിങ്ങൾക്ക് അറിയാമല്ലോ, കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റില്ല. സാംസങ് ഗാലക്സി S21FEയിൽ നിങ്ങൾക്ക് ഈസിലി കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് iPhone 12 കിട്ടണില്ല. അപ്പോൾ ഇങ്ങനെയാണ് നെറ്റ്വർക്ക് ക്വാളിറ്റീനെ പറ്റിയിട്ട്.
ഇനി അടുത്തത് ചാർജിങ് സ്പീഡ് അറിയാലോ നമുക്ക്. ഗൂഗിൾ ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, നമുക്ക് അത്ര നല്ല ഫാസ്റ്റ് ചാർജിങ് ഒന്നും കിട്ടാറില്ല. രണ്ട് ഫോണും ചാർജ് ചെയ്യാൻ ഞാൻ എൻ്റെ പൊക്കോൻ്റെ ഒരു ചാർജറാണ് യൂസ് ചെയ്യുന്നത്. രണ്ടിലും എനിക്കൊരു 2 hours അല്ല 1.5 hours പിടിക്കുന്നത്, രണ്ടും ഫുൾ ചാർജായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ് സ്പീഡ്. അപ്പോൾ അടുത്ത നെറ്റ്വർക്ക് ക്വാളിറ്റീനെ പറ്റി നോക്കാം. നെറ്റ്വർക്ക് ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് iPhone 12 ഞാൻ ജിയോൻ്റെ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് ഫോണിലും ജിയോൻ്റെ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് 5Gയുടെ നെറ്റ്വർക്ക് എനിക്ക് iPhone 12 മാത്രമേ കിട്ടുന്നുള്ളൂ. അതേ സമയത്ത് സെയിം ഏരിയയിൽ ഞാൻ സാംസങ് ഗാലക്സി S21 FE യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ എനിക്ക് 4G+ കിട്ടുന്നുള്ളൂ. 5G ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോവും, അങ്ങനെയാണ്. പക്ഷേ സ്റ്റേബിളായിട്ട് എനിക്ക് 5Gയുടെ നെറ്റ്വർക്ക് iPhone 12 കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡൊക്കെ എനിക്ക് iPhone 12 കിട്ടുന്നുണ്ട്. അതേ സമയത്ത് വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ സാംസങ് ഗാലക്സി S21 FE 5G യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഫോൺ ചൂടാവും. ഇവിടെ അലുമിനിയം ഫ്രെയിമിൻ്റെ ഇവിടെയൊക്കെ നല്ല ചൂടാവും. അതേ സമയത്ത് ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ആവും. അപ്പോൾ 5G ഉണ്ടായിട്ട് എനിക്ക് വലിയ കാര്യം തോന്നിയിട്ടില്ല. അതിൽ 5Gയുടെ നെറ്റ്വർക്ക് കിട്ടുകയാണെങ്കിലും ഫോൺ നന്നായിട്ട് ചൂടാവുണ്ട്, കയ്യിൽ പിടിക്കാൻ പറ്റില്ല. അതേമാതിരി ഒരു കാര്യം കൂടിയും പറയാൻ പറഞ്ഞു. വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ 4Kയുടെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഫോൺ നന്നായിട്ട് ചൂടാവും. ഈ അലുമിനിയം ഫ്രെയിമിൻ്റെ ഇവിടെ ഒക്കെ നന്നായിട്ട് ചൂടാവും. അതുകൊണ്ട് ബാറ്ററി ഡ്രെയിനിങ് നന്നായിട്ട് ഉണ്ടാവാറുണ്ട് ഇതിൽ. അതെനിക്കൊരു കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ നെറ്റ്വർക്ക് ക്വാളിറ്റി വൈസ് നന്നായിട്ട് 5G നെറ്റ്വർക്ക് എനിക്ക് iPhone 12 കിട്ടുന്നത്. പക്ഷേ കോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് രണ്ട് ഫോണിലും പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ iPhone 12 നിങ്ങൾക്ക് അറിയാമല്ലോ, കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റില്ല. സാംസങ് ഗാലക്സി S21 FE നിങ്ങൾക്ക് ഈസിലി കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് iPhone 12 കിട്ടണില്ല. അപ്പോൾ ഇങ്ങനെയാണ് നെറ്റ്വർക്ക് ക്വാളിറ്റീനെ പറ്റിയിട്ട്. ഇനി അടുത്തത് ചാർജിങ് സ്പീഡ് അറിയാലോ നമുക്ക്. ഗൂഗിൾ ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, നമുക്ക് അത്ര നല്ല ഫാസ്റ്റ് ചാർജിങ് ഒന്നും കിട്ടാറില്ല. രണ്ട് ഫോണും ചാർജ് ചെയ്യാൻ ഞാൻ എൻ്റെ പൊക്കോൻ്റെ ഒരു ചാർജറാണ് യൂസ് ചെയ്യുന്നത്. രണ്ടിലും എനിക്കൊരു 2 hours അല്ല 1.5 hours പിടിക്കുന്നത്, രണ്ടും ഫുൾ ചാർജായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ ഈ രണ്ട് ഫോൺ കുറച്ച് കാലങ്ങളായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. സാംസങ് ഗാലക്സി S21 FE യൂസേഴ്സ് കുറേ പേരുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അധികം ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല വീഡിയോ. പക്ഷേ ഞാൻ ഹോണസ്റ്റായ ഒരു റിവ്യൂ ആണ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.